ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഈ വീഡിയോയിൽ 2024 ജൂലൈ 28 നടന്ന സെറ്റ് എക്സാമിൻ്റെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോഡ് ബി ആണ്. അതുപോലെ തന്നെ ഇനി ഒരുപാട് എക്സാം വരാനുണ്ട്. JLT HST പോലെയുള്ള എക്സാമുകൾ, അതുപോലെ തന്നെ ടെറ്റ് സെറ്റ് ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിലൂടെ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ ചിലപ്പോൾ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വരാം. അപ്പോൾ നമുക്കത് എളുപ്പമുണ്ടാവും. അപ്പം ഇതുപോലെയുള്ള കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, प्रकाशन काल की दृष्टि से प्रेमचंद के उपन्यासों का सही अनुक्रम है. ആൻസർ ഓപ്ഷൻ ഡി, സേവാസദൻ, വരദാൻ, രംഗഭൂമി, ഗോദാൻ. അപ്പോൾ നമുക്കറിയാം പ്രേംചന്ദിൻ്റെ ഉപന്യാസങ്ങൾ ഫസ്റ്റ് സേവാസദനാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രേംചന്ദിൻ്റെ കാലക്രമം അനുസരിച്ച് ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കിയവർക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പമുണ്ടാവും. ഇത് നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ആൻസേഴ്സാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒഫീഷ്യൽ കീ വരുമ്പോൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോൾ ഗോമറെ കാ സ്കൂട്ടർ കിസ് വിധ കി രചന ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി, കഹാനി. നമ്മളൊരു രചന പഠിക്കുമ്പോൾ അതിൻ്റെ രചനാകാർ പഠിക്കണം, വിധ പഠിക്കണം. എന്നാലാണ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേ സെ കിസ്നെ ഛായാവാദ് നാമക് ഗ്രന്ഥ് ലിഖാ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ, ഡോക്ടർ നാംവർ സിൻഹ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർജ് വഹ് മെഹ്മാൻ ഹെ ജോ एक बार आया फिर जाने का नाम नहीं लेता, यह कथन किस उपन्यासकार का है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി, പ്രേംചന്ദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജയശങ്കർ പ്രസാദ് ജി ബ്രജ് ഭാഷാ में किस नाम से रचना करते थे എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, ഖലാദർ. नेक्स्ट क्वेश्चन, एडविन अर्नोल्ड द्वारा रचित लाइट ऑफ एशिया नामक कृति को बुद्धचरित नाम से पद्यात्मक अनुवाद हिंदी में किसने किया? आंसर ऑप्शन सी, रामचंद्र शुक्ल. नेक्स्ट क्वेश्चन, जब सबेरा हुआ तब हम लोग बाहर गए, इस वाक्य में जब सबेरा हुआ कौन सा उपवाक्य है? आंसर ऑप्शन सी, क्रिया विशेषण उपवाक्य. नेक्स्ट क्वेश्चन, मोहन तेजी से दौड़ा, इस वाक्य में तेजी से किस प्रकार का विशेषण है? आंसर ऑप्शन ए, व्रीदिवाचक क्रिया विशेषण. नेक्स्ट क्वेश्चन, नागार्जुन का वास्तविक नाम क्या था? आंसर ഓപ്ഷൻ ബി, വൈദ്യനാഥ് മിശ്ര. നമ്മൾ കവിയോംക ഉപനാം എന്നുള്ളത് ഒരു കോഡ് ക്ലാസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രിമൂർത്തി സമാസ് ക്യാ ഹെ? ആൻസർ ഓപ്ഷൻ എ, ദ്വിഗു സമാസ് ആണ്. നെക്സ്റ്റ്, रीति काल में राष्ट्रीयता की भावना जागने वाला कवि कौन है? आंसर ऑप्शन भी भूषण ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സഹി കാൽക്രम से व्यवस्थित कीजिए എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി, ഭാഗ്യവതി, പ്രേത് ഓർ ഛായ, ഛൂട്ടാ സച്ച്, കുരു കുരു സ്വാഹ. അപ്പോൾ നമ്മൾ കഹാനി ഉപന്യാസമൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ പ്രകാശൻ വർഷയ്ക്ക് അനുസാർ കാൽക്രമാനുസാർ പഠിച്ചാലാണ് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, संरचनावाद का तात्पर्य है? आंसर ऑप्शन ए, भाषिक दृष्टि से कृति का मूल्यांकन. नेक्स्ट क्वेश्चन, किसी भी देश के अधिकांश जनसमूह द्वारा बोली जाने वाली भाषा क्या कहलाती है എന്നാണ്. आंसर ऑप्शन ए, राष्ट्रभाषा എന്നുള്ളതാണ്. नेक्स्ट क्वेश्चन, संविधान के किस अनुच्छेद में उच्चतम न्यायालय तथा उच्च न्यायालयों की भाषा के बारे में बता गया है? आंसर ऑप्शन ए, अनुच्छेद 348 ആണ്. പലരും ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേ സെ മൂർധന്യ വ്യഞ്ജൻ ലിഖിയെ? ആൻസർ ഓപ്ഷൻ ബി, ഠ ഠ ഠ ഠ ണ. नेक्स्ट क्वेश्चन, इनमें नागरी प्रचारिणी पत्रिका के संपादक कौन है? आंसर ऑप्शन सी, श्याम सुंदर दास. नेक्स्ट क्वेश्चन, सूर्यकांत त्रिपाठी निराला की रचना राम की शक्ति पूजा का आधार कौन सी कृति है? आंसर ऑप्शन बी, कृतिवास रामायण. നെക്സ്റ്റ്, മാച്ച് ദി ഫോളോവിംഗ് ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, श्रोत भाषा के शब्द की वर्तनी पर ध्यान न देकर उसे उच्चारण को आधार मानकर लक्ष्य भाषा में उसके उच्चारण के अनुरूप लिखने को क्या कहते हैं എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി, പ്രതിലഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാവൺ സിർ സരോജ് ബൻചാരി ചലി രഘുവീർ സിലി മുഖധാരി में कौन सा अलंकार है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി, ശ്ലൈഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അശ്വത്ഥാത്മ
को केंद्र बिंदु बनाकर कौन सी नाट्य कृति लिखी गई है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി अंधायुग। नेक्स्ट क्वेश्चन, प्रयोजन मूलक हिंदी भाषा विज्ञान के किस शाखा के अंतर्गत आते हैं? ആൻസർ ഓപ്ഷൻ ബി അനുപ്രയുക്ത് ഭാഷാ വിജ്ഞാൻ। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആണ്, ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്। नेक्स्ट क्वेश्चन, इनमें से कौन से छंद को पहले और तीसरे चरण में 11 मात्राएं, दूसरे और 14 चरण में 13 मात्राएं होती है? ആൻസർ ഓപ്ഷൻ എ സോർട്ടെ ആണ്। ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക। നെക്സ്റ്റ്, മിസ്റ്റർ അഭിമന്യു नाटक की मूल समस्या क्या है? आंसर ऑप्शन बी पूंजीवादी व्यवस्था एवं भ्रष्टाचार के दुष्परिणाम। नेक्स्ट क्वेश्चन, ഇതിവൃത്താത്മകത इनमें से किस युग की കവിത की പ്രമുഖ വിശേഷത है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ദ്വിവേദി യുഗം। അപ്പോൾ നമ്മൾ ആദ്യകാല്, ഭക്തികാല്, അതുപോലെ തന്നെ രീതികാല്, ഛായവാദ്, പ്രഗതി, പ്രയോഗവാദ് തുടങ്ങിയ കാലഘട്ടങ്ങളിലൊക്കെ പ്രവൃത്തികളും വിശേഷതകളൊക്കെ പഠിച്ചു വെക്കണം। ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരും, 4 ഓപ്ഷൻ തന്നിട്ട് വിശേഷത ഏതാണെന്ന് ചോദിക്കും, വിശേഷത അല്ലാത്തത് ചോദിക്കണം। അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻമേ സെ കോൺസ കഥൻ അസത്യ ഹേ എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി സൂർദാസ് രാം ഭക്തി ശാഖ ധാരാ സൂർദാസ് രാം ഭക്തിധാരാക്ക് സർവശ്രേഷ്ഠ കവി ഹേ എന്നുള്ളതാണ്। അപ്പോൾ നമുക്കറിയാം സൂറ് എന്താണ്, കൃഷ്ണഭക്തിയിൽ വരുന്ന കവിയാണ്, തുളസിയാണ് രാംഭക്തിയിൽ വരുന്ന കവി അല്ലേ। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുമേളതി കീജിയെ എന്നുള്ളതാണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസ കഥൻ അസത്യ ഹേ എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി ഭക്തി ഭാവന ഈസായിയോം സെ ഹിന്ദുओं को प्राप्त हुई എന്നുള്ളതാണ്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 31, അച്ഛയ അനുവാദ के लिए आवश्यक गुण इनमें क्या है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി വിഷയ കാ ജ്ഞാൻ എന്നുള്ളതാണ്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്ഛയ അനുവാദ के लिए आवश्यक गुण इनमें क्या है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി വിഷയ കാ ജ്ഞാൻ। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, इनमें हिंदी के इंटरनेट पोर्टल कौन सा है എന്നുള്ളതാണ്, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ഉപര്യുക്ത് സബി। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൂഹി की कली में कौन सा चंद है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി മുക്ത് ചന്ദ്। ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനുവാദ की प्रक्रिया सूर्यकिरणों को तिनके में बांधने का प्रयास है, यह किसका कथन है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി വിക്ടർ ഹ്യൂഗോ। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, क्रोचे के अनुसार सौंदर्य का तत्व कौन सा है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി इनमें से सभी എന്നുള്ളതാണ്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ठेले पर हिमालय किस विधा की रचना है आंसर ऑप्शन डी यात्रा वृत्तांत। नेक्स्ट क्वेश्चन, निम्नलिखित उक्तियों को उनके आचार्यों के साथ सुमेलित कीजिए എന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്। നെക്സ്റ്റ്, ക്യാ പൂജൻ ക്യാ അർച്ചന രേ ഉസ് असीम का सुंदर मंदिर मेरा लघुतम जीवन रे किसकी पंक्तियां हैं എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ महादेवी वर्मा। नेक्स्ट क्वेश्चन, भारतीय भाषाओं के इस्तेमाल के लिए ISM नामक सॉफ्टवेयर का निर्माण किसने किया എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി സീഡെക് पुणे എന്നുള്ളതാണ് ആൻസർ വരുന്നത്। नेक्स्ट क्वेश्चन, इनमें से संघर्षी व्यंजन कौन सा है आंसर ऑप्शन डी शाह। नेक्स्ट क्वेश्चन, इनमें से रस का उपवाक्य कौन सा नहीं है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി स्वभाव। नेक्स्ट क्वेश्चन, इन समाचार पत्रों को प्रकाशन काल के आरोही क्रम में व्यवस्थित कीजिए एന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി उदंत मार्तंड कविवचन सुधा सरस्वती विशाल भारत। नेक्स्ट क्वेश्चन, समकालीन कविता की भूमिका पुस्तक किसने लिखी है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി विश्वंभर नाथ उपाध्याय। नेक्स्ट क्वेश्चन, अंग्रेजी नाटक मर्चेंट ऑफ वेनिस का अनुवाद भारतेंदु ने किस नाम से किया എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ദുർലഭ് ബന്ധു എന്നുള്ളതാണ്। ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്। നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, अपभ्रंश का वाल्मीकि किसे कहा जाता है നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി സ്വയംഭൂ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്। നെക്സ്റ്റ്, നീല പരിധാന ബീച്ച് സുകുമാർ ഖുല രഹാ മൃദുല അദ്കുല अंग खिला हो जोम बिजली का फूल मेघ वन बीच गुलाबी रंग इन पंक्तियों में कौन सा अलंकार है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി उत्प्रेक्षा। नेक्स्ट क्वेश्चन, संज्ञा विशेषण क्रिया विशेषण अथवा क्रिया के साथ दूसरी क्रिया का योग होने से बनाने वाली क्रिया कौन सी है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി संयुक्त क्रिया। नेक्स्ट क्वेश्चन, हिंदी के मनोविश्लेषणवादी साहित्य पर किसका प्रभाव है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് इन सभी का। नेक्स्ट क्वेश्चन, राजभाषा आयोग का गठन किसकी अध्यक्षता में किया गया है എന്നുള്ളതാണ്। ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ഓപ്ഷൻ ബി
ബീജി ഘർ എന്നാണ്. നെക്സ്റ്റ് ബീത്ത്തെ ഹുയെ बीतते हुए कहानी संग्रह के रचनाकार कौन है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി മധു കാങ്കരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ रससूत्र में संयोग का अर्थ भोज भोचक संबंध किस आचार्य ने माना है എന്നുള്ളതാണ്. ആൻസർ ബി ഭട്ടനായകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ इनमें से घोष व्यंजन कौन सा है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ बी जा. नेक्स्ट क्वेश्चन निम्न भाषाओं के उत्तर से दक्षिण के क्रम में व्यवस्थित कीजिए എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ഹിന്ദി, തെലുങ്കു, കന്നഡ്, മലയാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാശ്ചാത്യ കാവ്യശാസ്ത്ര में संप्रेषणीयता का सिद्धांत किसकी देन है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ സി ഐ.എ. रिचर्ड्स. नेक्स्ट क्वेश्चन देवनागरी लिपि में हिंदी में अक्षर पर शिरोरेखा लगाने की सलाह किसने दी थी എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ദേവനാഗരി ലിപി സുധാർ സമിതിനെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺ യാത്രി ഉപനാം സെ ജാനെ ജാത്തെ ഹെ എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ നാഗാർജുന. അപ്പോൾ ഇതൊരു 3 ക്വസ്റ്റ്യനായി ഇപ്പോൾ ഉപനാം ചോദിക്കുന്നത് കവികളുടെ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ആ ഒരു ഏരിയ നന്നായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗിരിജാകുമാർ മാധുർ കിസ് സപ്തകെ കവി ഹെ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. സപ്തകയിൽ വരുന്ന കവികളുടെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് പോയി കാണുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി താരസപ്തകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ കവിയോം കോ ആരോഹി ക്രമേം വ്യवस्थित कीजिए എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. नेक्स्ट क्वेश्चन निम्नलिखित शब्दों को उनके संधि के नाम के साथ सुमेलित कीजिए എന്നുള്ളതാണ്. ആൻസർ ഒന്നുകൂടി പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 58 इन कवियों को आरोही क्रम में व्यवस्थित कीजिए. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് സുമേളിത് കീജിയെ തന്നെയാണ് 59 വരുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വരുന്നത് സുമേളിത് കീജിയെ എന്നുള്ളതാണ്. അതിൽ വരുന്നത് പാരിഭാഷിക് ശബ്ദാവലിയുടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നന്നായിട്ട് നോക്കണം. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭാരത് में ബ്രാഹ്മി ലിപി का प्रचलन कब हुआ था എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ईसाई पूर्व 5वीं सदी से 350 वर्ष बाद तक എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭക്തമാൽ की रचना करने वाले नाभादास और राघोदास किस संप्रदाय के थे എന്നുള്ളതാണ്. आंसर ऑप्शन बी कबीर पंथ. नेक्स्ट क्वेश्चन ब्रजभाषा में निम्नलिखित में कौन से स्वर नहीं है एന്നുള്ളതാണ്. आंसर ऑप्शन सी र. नेक्स्ट क्वेश्चन जगनक द्वारा रचित आल्हा गंड की भाषा है. आंसर ऑप्शन है अवधि. नेक्स्ट क्वेश्चन शिक्षित बेरोजगार नवयुवकों की पीड़ा व्यक्त करने वाला नाटक इनमें कौन सा है എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി ब्रजमोहन कृत त्रिशंकु. नेक्स्ट क्वेश्चन महापंडित राहुल सांकृत्यायन के बचपन का नाम क्या था എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ കേദാർനാഥ് पांडे എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ सूफी प्रेमाख्यानों का काल क्रमानुसार सर्वप्रथम रचना किसे माना जाता है എന്നുള്ളതാണ്. आंसर ऑप्शन सी चंदायन. नेक्स्ट क्वेश्चन जयशंकर प्रसाद के किस नाटक को नारी जागरण का महाकाव्य कहा जा सकता है എന്നുള്ളതാണ്. आंसर ऑप्शन डी ध्रुवसामिनी. नेक्स्ट क्वेश्चन कला और बूढ़ा चांद किस छायावादी कवि की रचना है എന്നുള്ളതാണ്. आंसर ऑप्शन सी सुमित्रानंदन पंत. नेक्स्ट क्वेश्चन यदि प्रबंध काव्य एक विस्तृत वनस्थली है तो मुक्तक एक चुन हुआ गुलदस्ता यह किसका कथन है एनुള്ളതാണ്. आंसर ऑप्शन बी रामचंद्र शुक्ल. नेक्स्ट क्वेश्चन कालक्रम की दृष्टि से साहित्य संप्रदायों का सही अनुक्रम है एनुള്ളതാണ്. आंसर ऑप्शन डी रस अलंकार रीति ध्वनि. नेक्स्ट क्वेश्चन निम्नलिखित में कौन आधुनिक काल के प्रमुख समालोचक थे എന്നുള്ളതാണ്. आंसर ऑप्शन सी. नेक्स्ट क्वेश्चन इनमें अष्टचाप के कवि नहीं है എന്നുള്ളതാണ്. आंसर ऑप्शन डी ഭിഖാരിദാസ് എന്നുള്ളതാണ്. അഷ്ടചാപ് കെ കവി കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ अप्रत्याशित ഒന്നുകൂടി വായിക്കാം. अप्रत्याशित शब्द का सही ഉപസർഗ് വിന്യാസ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
बायोग्राफिया लिटरेरिया के रचनाकार हैं, आंसर ऑप्शन बी कॉलरिज ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കല और നിർവൈയക്തികത का सिद्धांत किसका है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ എ ഇലിയട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്പർശ് സംഘർഷി ധ്വനിയാം ഇൻമേ कौन सी है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ സി പ ഫ ബ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശതം ഭാഷാ സമൂഹ में कौन से ഭാഷാ വർഗ है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ബി ഇറാനി ഭാരതീയ. नेक्स्ट क्वेश्चन विभाषा किसे कहते हैं, आंसर ऑप्शन है बोली को. नेक्स्ट क्वेश्चन हिंदी साहित्य में छंदशास्त्र की इस दृष्टि से प्रथम कृति कौन सी मानी गई है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി छंदमाला. नेक्स्ट क्वेश्चन आधुनिक हिंदी कविता के प्रमुख आंदोलनों का सही अनुक्रम कौन सा है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ സി प्रगतिवाद, प्रयोगवाद, नई कविता, अकविता. नेक्स्ट क्वेश्चन बैताल पचीसी सिंहासन बत्तीसी आदि कहानियों के किसने हिंदी में अनुदित किया था എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ഡി ലല്ലൂലാൽ. नेक्स्ट क्वेश्चन जिंदगी नामा भारत पाकिस्तान विभाजन पर लिखा गया उपन्यास है, यह उपन्यास किसकी रचना है एന്നുള്ളതാണ്, आंसर ऑप्शन डी कृष्णा सोमपति. नेक्स्ट क्वेश्चन एक इंच मुस्कान उपन्यास की रचना राजेंद्र यादव के साथ किसने की थी എന്നുള്ളതാണ്, आंसर ऑप्शन बी मनु भंडारी. नेक्स्ट क्वेश्चन हृदय की मुक्ति की साधना के लिए मनुष्यता की वाणी जो शब्द विधान करती आई है उसे कविता कहते हैं, यह कथन किसका है, आंसर ऑप्शन सी रामचंद्र शुक्ल. नेक्स्ट क्वेश्चन इनमें मीराबाई की कृति नहीं है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ സി കൃഷ്ണ ഗീതാവലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രഘുവീർ സഹായ് കിസ് സപ്തക കെ കവി ഹെ, കതാര സപ്തക കവിൻ്റെ പിന്നെയും ഒരു ക്വസ്റ്റ്യനും കൂടി വന്നു, ആൻസർ ഓപ്ഷൻ ബി ദൂസര സപ്തക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൃദയ് സിന്ധുമതി സീപ് समाना स्वाति सारद कहही सुचाना, यह पंक्ति भक्तिकाल के किस कवि की है एന്നുള്ളതാണ്, आंसर ऑप्शन सी तुलसीदास. नेक्स्ट क्वेश्चन जब एक ही वर्णीय अक्षर बार बार आए तो वहाँ कौन सा अलंकार है, आंसर ऑप्शन डी अनुप्रास. നമുക്കറിയാം ഒരു വരി നമുക്ക് തരും, അതിൽ വർണ്ണവും അക്ഷരവും കുറേ പ്രാവശ്യം ആവർത്തിച്ച് വരുമ്പോൾ അതെന്താണ്, അനുപ്രാസമാണ്. നെക്സ്റ്റ് ഇൻമേം ദേശീയ ശബ്ദ നഹി ഹെ എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ എ കലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുമേലതി കീജി എന്നുള്ളതാണ്, ആദ്യകാലിൽ വരുന്ന രചനകളാണ്, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഹമീർ രാസോ, ഗുമാൻ രാസോ, പരമാൾ രാസോ, പൃഥ്വിരാജ് രാസോ, ഇതിൻ്റെയൊക്കെ രചനക്കാരനും ചോദിച്ചിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് പഠിച്ചാലാണ് നമുക്കറിയുള്ളൂ. ആദ്യകാലീൻ സാഹിത്യത്തിൻ്റെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, വീഡിയോ കാണാം. നെക്സ്റ്റ് പദ് दलित इस शब्द में कौन सा समास है, आंसर ऑप्शन सी तत्पुरुष. नेक्स्ट क्वेश्चन निम्नलिखित में रीतिबद्ध कवि नहीं है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ എ ഘനാനന്ദാണ്. അപ്പോൾ രീതിബദ്ധ്, രീതിസിദ്ധ്, രീതിമുക്ത കവികളുടെ കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻമേം ധർമ്മവീർ ഭാരതിക്ക് രചന നഹി ഹെ എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ സി അന്ത്യർ യുഗാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിസ് ശബ്ദ में विसर्ग संधि नहीं है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ബി വാഗീഷ്. नेक्स्ट क्वेश्चन भक्तिकाल के कवि होने के बावजूद रीतिकालीन कविता लिखने वाले संधिकाल के कवि इनमें कौन है എന്നുള്ളതാണ്, आंसर ऑप्शन है सेनापति. नेक्स्ट क्वेश्चन तोताए हिंद इनमें किस कवि को कहा जाता है, ആൻസർ ഓപ്ഷൻ എ അമീർ ഖുസ്രോ ആണ്. അമീർ ഖുസ്രോനെയാണ് തോത്തായ ഹിന്ദ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിമ്നലിഖിത में से कौन सा अलंकार निरूपण ग्रंथ नहीं है എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസറിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. नेक्स्ट क्वेश्चन माइकल मधुसूदन दत्त की कृतियों का अनुवादन मैथिली शरण गुप्त ने किस उपनाम से किया है എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ബി മധൂബാണ്. അപ്പോൾ ഉപനാം എന്നുള്ളത് കവിയോംക്ക് ഉപനാം എന്നുള്ളതൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അപ്പോൾ ആ ഏരിയ നന്നായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ് द्विवेदी युग की किस प्रवृत्ति के विद्रोह स्वरूप छायावाद का उदय हुआ था എന്നുള്ളതാണ്, ആൻസർ ഓപ്ഷൻ ഡി ഇതിവൃത്താത്മകത എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ कामायनी के किन किन सर्गों में पूंजीवादी सभ्यता और वर्ग संघर्ष का संकेत है എന്നുള്ളതാണ്, ആൻസർ स्वप्न और संघर्ष ആണ്, आंसर ऑप्शन ए ആണ്. नेक्स्ट क्वेश्चन हिंदी में नवचेतनावाद का प्रचारक किस छायावादी कवि को मानते हैं എന്നുള്ളതാണ്, आंसर ऑप्शन सी सुमित्रानंदन पंत. नेक्स्ट क्वेश्चन प्रगतिशील लेखक संघ की स्थापना सबसे पहले कहाँ हुई थी എന്നുള്ളതാണ്, आंसर ऑप्शन बी पेरिस ആണ്. नेक्स्ट क्वेश्चन निम्नलिखित में से किस कहानी पर विलियम शेक्सपियर के टेम्पेस्ट की छाप सिद्ध हो चुकी है എന്നുള്ളതാണ്, आंसर ऑप्शन डी इंदुमती. नेक्स्ट क्वेश्चन किस्म किस्म की कविता नामक लेख में नई कविता के
45 नामों का उल्लेख किसने किया है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ജഗദീഷ് ഗുപ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബംഗ് महिला का वास्तविक नाम क्या था എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ രാജേന്ദ്ര ബാല ഘോഷ്. അപ്പോൾ കവികളുടെ ഉപനാമം എന്തായാലും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിമ്നലിഖിത് കാ സഹി അനുക്രम क्या है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ഛായവാദ്, ആലാവാദ്, പ്രഗതിവാദ്, നക്കേൻവാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ सन 1977 ईस्वी में जनवादी विचार मंच की स्थापना किस विश्वविद्यालय में हुई എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ദില്ലി വിശ്വവിദ്യാലയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലഹന്ത കിസ് അപഭ്രംശ की देन है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി പൈശാചി. അപ്പോൾ ബോലികളും ഉപഭാഷകളുടെ ഒക്കെ ഒരു കോഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുക്തിബോധ് കോ अंधेरे में कविता के नायक से अलग करके देखना असंभव है यह किस आलोचक का मत है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ രാംവിലാസ് ശർമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സുമേലത് കീജിയ എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ जाग मच्छंदर गोरख आया उपन्यास के लेखक इनमें कौन सा है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ വിശംബർ നാഥ് ഉപാധ്യായ് എന്നുള്ളതാണ്. നെക്സ്റ്റ് സുമേലത് കീജി എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ असंगत जोड़ा इनमें से क्या है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി एक जमीन अपनी राजी सेठ എന്നുള്ളതാണ്. नेक्स्ट क्वेश्चन पद्मावत को अन्योक्ति के स्थान पर अब प्रायः समासोक्ति माने जाने लगा है इसका कारण है आंसर ऑप्शन डी ആണ് വരുന്നത്. നെക്സ്റ്റ് ഗാന്ധിവാദി के संदर्भ में निम्नलिखित में कौन सा कथन सही नहीं है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സഹജ കവിത ആന്തോളൻ के प्रवर्तक किसे माने जाते हैं എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് രവീന്ദ്ര ബ്രഹ്മർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സരസ്വതി പത്രിക का संस्थापक प्रकाशक थे എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ചിന്താമണി ഘോഷ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡൗട്ട് ഉണ്ട്, അപ്പോൾ അത് ഒഫീഷ്യൽ കീ വരുമ്പോൾ അത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. മഹാവീർ പ്രസാദ് ദ്വിവേദി എന്നുള്ളതാണ് ഒരു सरस्वती महावीर प्रसाद द्विवेदिയാണ്, പക്ഷേ സരസ്വതി പത്രികാക്ക സംസ്ഥാപക് പ്രകാശക് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു ഡൗട്ട് ഉണ്ട്, പറയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിമ്നലിഖിത് സൂചിയോം കോ സുമേലിത് കീജിയ എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 120 12 बरस लव कूकर जीवे उस 13 लव जिए 6 बरस 18 क्षत्रिय जीवई आगे जीवन की धिक्कार ये किस രാസോകൃതി की पंक्तियां है എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി പർമാൾ രാസോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും 120 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലൊരു 2 ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ട്, പറയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് പല എക്സാമിനും നമുക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും ആൻസർ ചെയ്യാനൊക്കെ. അതുപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് നന്നായിട്ട് നോക്കുക. ധന്യവാദ്.